സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ പാർട്ടിതല അന്വേഷണം നടത്താൻ ബി.ജെ.പിയിൽ തിരക്കിട്ട ആലോചന. സ്ത്രീയുടെ പരാതി ലഭിച്ചതിനാൽ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് തെറ്റായ സന്ദേശമാകുമെന്നാണ് അഭിപ്രായം. ടി.എസ്. ഹരീഷ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായ ബോംബ് എന്ന നിലയിൽ വന്ന ഒരു വാർത്തയാണ്. പക്ഷെ അത് നേരത്തെയും വന്നതാണ്. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സി കൃഷ്ണകുമാർ ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ പാർട്ടി അധ്യക്ഷൻ ഇങ്ങനെ ഒരു പരാതി കിട്ടിയതുകൊണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയാൽ അതൊരു പ്രശ്നമാകുമെന്ന് കരുതിയാണോ അന്വേഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആലോചന നടക്കുന്നത്? അതെ, ഈ പുതിയ പാർട്ടി അധ്യക്ഷന്റെ മുന്നിൽ യുവതി ഈ പരാതിയുമായി എത്തുമ്പോൾ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് മറുപടിയായി അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരുന്നു. കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം അതിൽ കൃത്യമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ തുടർ നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഈ യുവതിക്ക് നൽകിയിരുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം 11 മണിക്ക് ശേഷം അല്പസമയം കൂടി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബി.ജെ.പി പാർട്ടിയിൽ തന്നെ ഒരു തിരക്കിട്ട ആലോചന നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത്. അതായത് ഒരു സ്ത്രീയുടെ പരാതി കിട്ടിയതിന് ശേഷം അത് അവഗണിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ പാർട്ടി നേതൃത്വം ഇതിനെ കാണുന്നു. മാത്രമല്ല കൃഷ്ണകുമാർ ഇതിനെ ന്യായീകരിക്കുന്നത് അങ്ങനെ ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ല, നേരത്തെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസാണിത്, അത് കോടതിയിൽ തന്നെ തള്ളിക്കളഞ്ഞൊരു കേസാണ് എന്നുള്ള ഒരു രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ ആ യുവതിക്ക് ഇപ്പോഴും പരാതി ഉണ്ട് എന്നതിന്റെ തെളിവാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അത് ഏത് രീതിയിൽ പാർട്ടി അന്വേഷിക്കുകയാണോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം.